സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കാൻ നിർണായക നീക്കവുമായി ഖത്തർ ഭരണകൂടം. സ്വദേശി പ്രാതിനിധ്യം നിലവിലുള്ള 17% നിന്ന് 20% ഉയർത്തുമെന്ന റിപ്പോർട്ടുകൾ. ഖത്തർ നാഷണൽ വിഷൻ 2030 ഭാഗമായാണ് സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവരുന്നത്. സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഖത്തർ ഭരണകൂടം നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്വദേശി പ്രാതിനിധ്യം നിലവിലുള്ള 17% നിന്ന് 20% ഉയർത്തുകയാണ് ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയം കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഖത്തർ നാഷണൽ വിഷൻ 2030 ഭാഗമായാണ് സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവരുന്നത്. സ്വദേശികളെ ആകർഷിക്കാൻ 2026 ഖത്തർ നാഷണലൈസേഷൻ അവാർഡും തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച തൊഴിൽ അന്തരീക്ഷം ഒരുക്കുന്ന കമ്പനികൾക്കും കഴിവ് തെളിയിക്കുന്ന സ്വദേശി ഉദ്യോഗസ്ഥർക്കും പുതിയ അവാർഡിലൂടെ പ്രത്യേക ആനുകൂല്യങ്ങളും അംഗീകാരവും ലഭിക്കും. ഇത് കമ്പനികൾക്കിടയിൽ സ്വദേശി ജീവനക്കാരെ നിയമിക്കുന്നതിനായി ആരോഗ്യകരമായ മത്സരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനായി തൊഴിലിടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളും മികച്ച അവസരങ്ങളും ഒരുക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ സ്വദേശികളെ നിയമിക്കുന്നതിന് വ്യക്തമായ നിയമപരിരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന പ്രൈവറ്റ് സെക്ടർ നാഷണലൈസേഷൻ ലോ ഇതിന് ശക്തമായ അടിത്തറയാണ് നൽകുന്നത്. ഈ നിയമപരമായ ചട്ടക്കൂട് വഴി സ്വദേശികളെ മികച്ച തസ്തികകളിൽ നിയമിക്കാനും അവരുടെ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ നൽകാനും കമ്പനികൾ ബാധ്യസ്ഥരാണ്. ഒപ്പം സ്വദേശികളെ നിയമിക്കുന്ന തൊഴിലുടമകൾക്ക് സർക്കാർ പ്രത്യേക പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനൊപ്പം സ്വദേശി യുവജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതുമാണ് ഖത്തർ ഈ നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വരും വർഷങ്ങളിൽ ഖത്തറിലെ സ്വകാര്യ മേഖലയുടെ പ്രവർത്തന രീതികളിൽ ഈ നിയമങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.